വളരെ പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ ചെന്നിരുന്നു എന്നത് നാം സുവിശേഷത്തിലൂടെ വായിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് മാത്രമേ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതിനായിട്ട് സാധിച്ചുള്ളൂ. 12 ശിഷ്യന്മാരുണ്ടായിരുന്നുവെങ്കിലും ഒരു ശിഷ്യന് മാത്രമാണ് അവിടെ പോയി നിൽക്കുവാനായിട്ടിടയായി തീർന്നത്. പിന്നെ ഏറെ ഉണ്ടായിരുന്നത് സ്ത്രീകളാണ്. നിങ്ങൾക്ക് അഭിമാനത്തിൻ്റേതായുള്ള നിമിഷങ്ങൾ. സ്ത്രീകൾക്കാണ് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വാർത്ത ലഭ്യമായിട്ട് തീരുന്നതും അത് സഹോദരന്മാരോട് പോയി പറയുവീൻ എന്ന് പറയുന്നത് കേൾക്കുന്നതിനും അങ്ങനെ പറയുന്നതിനും ഒക്കെ ഇടയായിട്ടെത്തുന്നത്. യേശു ഗലീലയിലേക്ക് പോകുന്നു എന്നത് അവരോട് പറയുവാൻ്റെ കോണം ആവശ്യപ്പെടുന്നു. തന്നിൽ നിന്ന് ഓടിപ്പോയതാൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതായുള്ളൊരു കർത്താവ്, ആരെയും ഉപേക്ഷിക്കാതെ എല്ലാവരെയും ചേർത്ത് നിന്നതായുള്ള കർത്താവ് അവരെ സഹോദരങ്ങൾ എന്ന് വിളിക്കുവാൻ്റെ കോണം ഉള്ള തുറവിയും വിനയവും ഒക്കെ കാട്ടി എന്നത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. കുരിശിൻ്റെ ചുവട്ടിൽ ആർദ്രതയുടെയും പുത്തൻ മാനവിക ബന്ധങ്ങളുടെയും ഒരിടമായിട്ട് നാം അതിനെ കാണണം. എ പ്ലേസ് ഓഫ് കമ്പാഷൻ ആൻഡ് ഹ്യൂമൻ ബൗണ്ടിങ്. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന യേശുവിൻ്റെ അമ്മ മറിയയും തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിട്ടുള്ള യോഹന്നാനെയും യേശു കാണുന്നതായിട്ടുള്ള അവസരത്തിൽ അമ്മ മറിയോട് പറയുന്നുണ്ട്, മകൻ അമ്മയെ മറന്നു പോകുന്നില്ല. അമ്മയോട് പറയുകയാണ്, അമ്മേ ഇതാ നിൻ്റെ മകൻ. യോഹന്നാൻ ശിഷ്യനോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മ. രക്തബന്ധങ്ങൾക്കെല്ലാം അപ്പുറമായി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനായിട്ടുള്ളൊരു ആവേശം കാട്ടേണ്ടതായിട്ടുള്ളൊരു സമൂഹമാണ് ക്രൈസ്തവ സഭ എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരാണ് നാം. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകർ എന്ന് പറയുമ്പോൾ ഒരു പിതാവ്, നാം എല്ലാം പിതാവിൻ്റെ മക്കൾ. ഞാൻ സാധാരണ പറയുന്ന പോലെ ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ, കൊച്ചുമക്കളുമില്ല, മരുമക്കളുമില്ല. മക്കൾ മാത്രമേ ഉള്ളൂ. എങ്കിൽ നമ്മളെല്ലാവരും സഹോദരന്മാരും സഹോദരിമാരുമാണ്. ആ ഒരു ബോണ്ടിങ് നമ്മൾ നിലനിൽക്കുവാൻ്റെ കോണം എക്കാലവും ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. വിഷുദിനത്തിൽ പുറത്തിറങ്ങിയതായിട്ടുള്ള ഒരു വർത്തമാന പത്രത്തിൽ ഇപ്രകാരം വായിക്കുകയുണ്ടായി. ആശുപത്രികൾ ചികിത്സ കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുവാൻ കണക്കാക്കാത്തത് ആരോരുമില്ലാതെ മക്കളെ പ്രതീക്ഷിച്ച് കഴിയുന്നതായിട്ടുള്ള അമ്മയപ്പന്മാർ ഇന്ന് കേരളത്തിൽ ഏറി വരുന്നു എന്നത്. ആശുപത്രികളിലും മന്ദിരങ്ങളിലും പാലിയേറ്റീവ് കെയറിലും ഒക്കെ ഉള്ളതായുള്ള ആളുകളുടെ എണ്ണമെടുത്താൽ 3500-ലധികം ആളുകൾ കാണും എന്നത് നാം വിസ്മരിക്കരുത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ചുമതലയെക്കുറിച്ചും ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ബോധ്യമുള്ളവരായിട്ട് തീരേണ്ടത് ആവശ്യമാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ടു ടേക്ക് കെയർ ഓഫ് ദി എൽഡർലി ആൻഡ് ഓൾസോ ടു ടേക്ക് കെയർ ഓഫ് ദി യങ് വൺസ്, ലിറ്റിൽ വൺസ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായുള്ള മാതാപിതാക്കളെ വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാ കുഞ്ഞുങ്ങളെയും പള്ളിയിൽ കൊണ്ടുവരണം. ചിലപ്പോൾ അസൗകര്യമൊക്കെ ആയിരിക്കാം, എന്നാൽ സാരമില്ല. They want to be where you are. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങൾ പള്ളിയിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ കണ്ണെപ്പോഴും കുഞ്ഞുങ്ങളുടെ അടുത്തായിരിക്കും. അമ്മമാർക്കും പിതാക്കന്മാർക്കും നൈസർഗികമായിട്ടുണ്ടാകുന്നതായിട്ടുള്ള ഒരു സംഗതിയാണത്, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക എന്നത്. വെരി ഗുഡ്. ബട്ട് they want to be where you are. അവരെ പള്ളിയിൽ കൊണ്ടുവരണം. ചെറുപ്രായത്തിൽ തന്നെ പള്ളിയിലെ രീതികൾ കണ്ട് മനസ്സിലാക്കുന്നതിനായിട്ടിടയാവണം. നമ്മളുടെ ആചാരമര്യാദകളൊക്കെ തിരിച്ചറിയുന്നതിനായിട്ട് അവർക്കിടയാവണം. അവരത് പാലിക്കുവാൻ്റെ കോണമുള്ള നിലയിൽ അവർ വളർന്നു വരുന്നതിന് ഇടയായിട്ട് തീരണം.
നല്ലതായിട്ട് അഭ്യസിച്ചതായുള്ള സംഗീത വിദഗ്ധരാണ് ഇന്ന് പാട്ടുകളൊക്കെ പാടുവാനൊക്കെ ഇടയായിട്ട് തീർന്നത്. PT ജേക്കബച്ചൻ പാടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ ജോദനത്തിന് പാടാമെങ്കിൽ എനിക്കും പാടിക്കൂട് എന്നത് എനിക്ക് തോന്നിപ്പോയി. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവാണ് തന്നിട്ടുള്ളത്. ഈ കഴിവുകളെ ദൈവനാമഹത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരുവാനായിട്ടിടയാകണം. അതിനുള്ള ഇടം കൊടുക്കണം. Are we denying those opportunities for our little ones? ഇതാ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. Are we denying those opportunities? നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള പൗലോസ് തിരുമേനി ഇന്ന് ഹാലിഫാക്സ് എന്ന് പറയുന്നതായുള്ള സ്ഥലത്താണ് പോയിരിക്കുന്നത്. അവിടെ ആദ്യമായിട്ട് ഇടവക ഉണ്ടായി എന്നതുകൊണ്ടാണ് അവിടെ പോകുന്നത്. നാളെ അവിടെയാണ് കുർബാന സെലിബ്രേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഹാലിഫാക്സിൽ, നോവസ്കോഷ്യയ്ക്കടുത്ത് കാനഡയുടെ നോർത്തേൺ റീജിയനിൽ ഉള്ള ആ സ്ഥലത്ത് ഒരു ഇടവക രൂപം കൊള്ളുവാനിടയായി തീർന്നത്? ബിക്കോസ് ഓഫ് ദ യൂത്ത് മൈഗ്രേഷൻ. നമ്മളുടെ ഇടയിൽ നിന്നൊക്കെ പോയതായിട്ടുള്ള യുവതി യുവാക്കൾ അവർ ഒരുമിച്ച് ചേർന്ന് വന്ന് ആരാധിക്കുന്നതിനായിട്ട് താല്പര്യപ്പെട്ടത് കൊണ്ട് അവരെ നിശേഷം തള്ളിക്കളയാതെ അവരോടുകൂടി ഇരിപ്പാൻ്റെ കോണം അവിടേക്ക് തിരുമേനി പോയിരിക്കുകയാണ്. നമുക്ക് ധൈര്യമായിട്ട് പറയുന്നതിനായിട്ട് സാധിക്കുമോ? തിരിച്ചാണ് പലപ്പോഴും ഞാൻ കേൾക്കുന്നത്, കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ അകന്നു പോകുന്നുവെന്ന്. അകന്നു പോകരുത്. അവർ നമ്മളോടുകൂടിയും നമ്മൾ അവരോടുകൂടിയും ഇരിക്കണം. ഇന്ന് ഈ മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കാലഘട്ടത്തിൽ ലോകത്തിന് നൽകുന്നതായുള്ളൊരു സന്ദേശം തന്നെ, ബി വിത്ത് ദ ചിൽഡ്രൻ എവറി ഡേ ഫോർ സം ടൈം. നമുക്ക് സമയമില്ല. ഉണ്ടോ? നമുക്ക് സമയമില്ല. അവരും പറയും കുറേ കഴിയുമ്പോൾ ഞങ്ങൾക്കും സമയമില്ലെന്ന്. അതല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? നമുക്ക് സമയമുണ്ടാവണം. 24 മണിക്കൂർ മാത്രമേ അമേരിക്കയിലെ പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രസിഡൻറ്റും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കും നൽകിയിട്ടുള്ളൂ. 24 മണിക്കൂർ ഇത് പെർ ഡേ. എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. എന്തിനാണ് പരിഗണന കൊടുക്കുന്നത്? അതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ മുൻഗണന മനസ്സിലാക്കുന്നതിനും അത് അർത്ഥവത്തായിട്ട് തീരുന്നതിനും ഇടയായിട്ട് തീരുന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതായിട്ടുള്ള ശിഷ്യനോടും അമ്മ മറിയോടും കർത്താവ് പറഞ്ഞതായുള്ള വാക്കുകൾ ചിന്തിക്കുന്നതിന് നമുക്ക് സഹായമായി തീരട്ടെ. സമയക്കുറവുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. ക്രൂസിൻ്റെ ചുവട്ടിൽ എന്നുള്ള വിഷയത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന്, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റെവലേഷൻ ആൻഡ് അവേക്കനിങ്. ദിവ്യ ദർശനങ്ങളുടെയും ആത്മബോധത്തിൻ്റെയും ഇടമാണ് കുരിശിൻ്റെ ചുവട് എന്ന് പറയുന്നത്. ക്രൂശിക്കുന്നതിനായി ചുമതലയുള്ളതായിട്ടുള്ള ശതാധിപൻ യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം പറയുന്നതായുള്ള വാക്കുകളുണ്ട്, അവൻ ദൈവപുത്രനായിരുന്നു, സത്യം. A great truth that is revealed by the centurion. യേശുവിനെ ഒരു നോക്ക് കാണുവാൻ സാധ്യമായിട്ട് തീരണം. യേശുവിൻ്റെ പാഷൻ മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരണം. അവൻ മരിക്കുക മാത്രമല്ല ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായിട്ടുള്ള സദ്വർത്തമാനത്തിൻ്റെ വാഹികളായിട്ട് നാം എത്തിയിരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് കുരിശിൻ്റെ ചുവട് എന്ന് പറയുന്നത്, ബെനീത്ത് ദ ക്രോസ് എന്ന് പറയുന്നത്, ആഴത്തിലുള്ള സത്യങ്ങൾ അന്വേഷിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വിഷയമാണ്. ആഴത്തിലുള്ള സത്യങ്ങൾ അന്വേഷിക്കുവാൻ്റെ കോണം നമ്മെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. നോബൽ സമ്മാന ജേതാവായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോർ പ്രകാരം എഴുതിയിട്ടുണ്ട്, ഫെയ്ത്ത് ഈസ് ദ ബേർഡ് ദാറ്റ് ഫീൽസ് ദ ലൈറ്റ് ആൻഡ് സിങ്സ് when the dawn is still dark. ഉഷകാലം നാം എഴുന്നേൽക്കുക എന്നുള്ളത് മനോഹരമായിട്ടുള്ളൊരു ഗാനമുണ്ട്. ഐ വിഷ് ഓൾ ഓഫ് us could sing that. എന്താ സംഭവിക്കുന്നത്? നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ പ്രകാശം വരുന്നത് കണ്ട് ബേഡ്സ് അവർ പാടുകയാണ്. ആ പാട്ടുകൾ കേട്ട് ഉണരുവാൻ നമുക്ക് ഇടയായിട്ട് തീരുകയും ചെയ്യുന്നു. ഇപ്രകാരം ദൈവം നമുക്ക് വെളിവാക്കി തന്നിരിക്കുന്ന സത്യങ്ങളെ ഒരു പ്രോഫറ്റിക് ഐയോടുകൂടി, ഒരു പ്രവാചക കണ്ണോടുകൂടി കാണുന്നതിനായിട്ടും
ലോകത്തോട് പറയുന്നതിനായിട്ടും നമുക്ക് അസാധ്യമായിട്ട് തീരുന്നുണ്ടോ? 3, കുരിശിൻ്റെ ചുവട്ടിൽ എന്നത് എ പ്ലേസ് ഓഫ് ഫോർഗിവ്നെസ് ആൻഡ് റാഡിക്കൽ ഗ്രേസ്. കൊടിയ വേദനയിലും ക്രിസ്തു ക്ഷമയുടെ സങ്കീർത്തനമാണ് ഉരുവിടുന്നത്. ക്ഷമ എന്ന് പറയുന്നത് ഒരു ദൗർബല്യമല്ല, അത് വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ശക്തിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ വളരെ കുറഞ്ഞു പോയിരിക്കുന്ന ഒന്നാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. ഏതൊരാളിൻ്റെ പേര് കേട്ടാൽ ഉടനെ ഒരു ടാഗ് കാണും നമുക്ക്. വി നോ ഹിം, വി നോ ഹർ എന്ന് പറയും. ഏതോ പഴയകാല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കുകയാണ്, മറന്നു പോകാതെ. കമ്പ്യൂട്ടർ പോലും തോറ്റുപോകുമെന്ന് എൻ്റെ വിചാരം. നെവർ ഡു ദാറ്റ്. ഈ ആഴ്ചയിൽ ക്രൂസിൻ്റെ ചുവട്ടിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വലിയ മിനിസ്ട്രി എന്ന് പറയുന്നത് റെക്കൺസിലിയേഷനാണ്. ആൻഡ് റെക്കൺസിലിയേഷൻ ഈസ് പോസിബിൾ ഓൺലി ബൈ ഫോർഗിവിങ് ആൻഡ് ഫോർഗെറ്റിംഗ്. ഫോർഗിവിങ് ആൻഡ് ഫോർഗെറ്റിംഗ്, ഇത് രണ്ടും കൂടാതെ റെക്കൺസിലിയേഷൻ സാധ്യമായിട്ട് തീരുകയില്ല. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. എന്നാണ് നമ്മളുടെ ജീവിതത്തിൽ അടുത്ത സമയത്ത് ആരോടെങ്കിലും ക്ഷമിച്ചു എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ us. നമ്മളുടെ ഈഗോ അതിനെ സമ്മതിക്കുന്നില്ല. നമ്മളുടെ സെൽഫ് എസ്റ്റീം അതിനേക്കാളൊക്കെ ഉയർന്ന് ഞാനാണ് കേമൻ, ഞാനാണ് കേമി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു നിലയിലേക്ക് നാം ഉയർന്നു പോകുന്നു. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ബിനീത്ത് ദ ക്രോസ് എ പ്ലേസ് ഓഫ് ഹോപ്പ് ആൻഡ് ന്യൂ ബിഗിനിങ്സ്. ക്രൂസിൽ കിടക്കുന്നതായുള്ള കള്ളനോടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ലോകം അങ്ങനെയല്ല അവനോട് പറഞ്ഞത്, ദിസ് ഈസ് യുവർ എൻഡ്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇത് എൻഡല്ല, ദിസ് ഈസ് ഓൺലി എ ബിഗിനിങ് ഓഫ് യുവർ ലൈഫ്. സഖായുടെ വീട്ടിൽ യേശു ചെന്നതായുള്ള അവസരത്തിൽ ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർക്കുവാൻ പോയി എന്ന് ജനമെല്ലാം പിറുപിറുക്കുന്നതായിട്ടുള്ള അവസരത്തിൽ യേശു പറയുന്നത്, ഇവൻ അബ്രഹാമിൻ്റെ മകനാണ്, ഇന്ന് ഈ വീട്ടിന് രക്ഷയുണ്ടായി. ഈ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. ലോകം മുഴുവൻ പാപി എന്നെ മുദ്രകുത്തുന്നതായിട്ടുള്ള അവസരത്തിൽ അട്ടപ്പാടിയിലെ മധു നമ്മുടെ മനസ്സിൽ വരേണ്ടതായിട്ടുള്ള അവസരം. അങ്ങനെ പാപി എന്നെ ചുറ്റി കുത്തുന്നതായുള്ള സാഹചര്യത്തിൽ നീ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാണ് എന്നത് പറയുവാൻ കോണം കർത്താവായ യേശു ക്രിസ്തുവിനെ സാധ്യമായിട്ട് തോന്നുന്നു. Beneath the cross, a place of protest against injustice. Standing beneath the cross is to stand in silent protest against every crucifixion still happening today in the form of exploiting the weak, silencing of the just, and abandonment of the voiceless. വോയിസ്ലെസ് എന്നൊരു കൂട്ടരില്ല എന്നതാണ് അരുന്ധതി റോയ് പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. നമ്മളെല്ലാം മനഃപൂർവ്വമായിട്ട് ചിലരുടെയൊക്കെ ശബ്ദത്തെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ സൗകര്യപൂർവ്വം കേൾക്കാതിരിക്കുന്നതാണ്. അതാണ് വോയിസ്ലെസ്. അതുണ്ടാവരുത്. ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായുള്ള ജനമാണ്. ദൈവത്തിൻ്റെ നീതി എന്തെന്ന് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി തീർക്കേണ്ടതായുള്ള ദൈവത്തിൻ്റെ മക്കളാണ്. The death of the just in every age is the wound of the world that never fully heals. Beneath the cross, faith becomes resistance, hope becomes subversion, love becomes defiance. കുരിശിൻ്റെ ചുവട്ടിൽ നിശബ്ദതയുടെയും വേദനയുടെയും ഒരിടത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. A place of silence and pain. നാം വായിക്കുന്നുണ്ട്, നമ്മുടെ കാണുകയും ചെയ്തു, യേശു ക്രിസ്തു മരിച്ചതായിട്ടുള്ള അവസരത്തിൽ സൂര്യൻ ഇരുണ്ടു, ഭൂമി മുഴുവൻ അന്ധകാരത്താൽ മൂടി, നിശബ്ദതയും വിലാപവും ഉണ്ടായി. Holy Saturday reminds us that the silence of God doesn't equal the absence of God. The next dawn is the Easter morning.
മൗനം പാലിക്കുക എന്നത് പരാജയമല്ല, അപാരമായ ശക്തിയുടെ അടയാളം കൂടിയാണ് എന്നത് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി. ഇന്ന് ശബ്ദമുഖരിതമാണ് നമ്മളുടെ പരിസരങ്ങൾ. ആഘോഷങ്ങളുടെ ആരവവും ശക്തി പ്രകടന ശബ്ദകോലാഹലങ്ങളും നിരന്തരം വർദ്ധിക്കുമ്പോൾ കുരിശിൻ്റെ ചുവട്ടിലെ നിശബ്ദത നമുക്ക് മുന്നിൽ വെല്ലുവിളി ഉണർത്തണം. നമ്മളുടെ ഇടവക സംഘത്തിലൊക്കെ എന്തൊരു പ്രയാസമാണ് ഒന്ന് നിശബ്ദമാക്കുവാനായിട്ട്. നിശബ്ദരായിട്ടിരിക്കുവാൻ പറയുന്നത് കേൾക്കുന്നതിന് പോലും നമുക്കിഷ്ടമില്ല. അവൻ പറയുന്നതിന് മുമ്പേ അവൾ പറയുന്നതിന് മുമ്പേ എനിക്ക് പറയണം. ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് നമ്മളുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ wrote in Geetanjali, "Let me not pray to be sheltered from dangers, but to be fearless in facing them." Friends, to stand beneath the cross today is not an act of piety. It is a contemporary act of resistance, hope and love. കുരിശിൻ്റെ പാദത്തോടെ ചേർന്ന് കിടക്കുന്ന അഭയം, ആശ്വാസം, പ്രത്യാശ എന്നിവ അത്ഭുതകരമാണ്. ലോകത്തെ ഒരു ശക്തിക്കും അത് നൽകുവാനായിട്ട് കഴിയുകയില്ല. ഫ്രെഡറിക് ബുക്കിന് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, റിസറക്ഷൻ means the worst thing is never the last thing. The worst thing is not the last thing. The worst thing is not the last thing. മരണം അവസാനമല്ല, അതിനപ്പുറത്ത് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇത് വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. Beneath the cross, the world is reborn. കുരിശിൻ്റെ ചുവട്ടിൽ ദൈവോത്ഥാനത്തിലൂടെ ലോകത്തെ വീണ്ടും പുതുക്കുകയാണ്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. ആ വലിയ പ്രക്രിയയിൽ പങ്കുചേരുവാൻ നമുക്കെല്ലാവർക്കും ഉത്ഥാനത്തിൻ്റെ സാക്ഷികളാകാം. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നത് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി സീനിയർ ഫെലോഷിപ്പിൻ്റെ ഗാനങ്ങൾ കേൾക്കുവാനിടയാലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.